എഴുതിയാச்சு. താങ്ക് യു ആന്റി. ഇതേത് ഭാഷ? തമിഴ്. തമിഴോ? ആന്റി എനിക്ക് തമിഴല്ല വേണ്ടത്, മലയാളമാ. என்ன பாரு இது, எனக்கு மலையாளம் எழுதவும் படிக்கவும் தெரியாதுல்ல. ஆனா எனக்கு காக்கநாடு மட்டும் தெரியும். அது எழுதவும் தெரியும், படிக்கவும் தெரியும். எங்கேயாவது போய் மாட்டிட்டுனா திரும்பி வர வேண்டாமா? ഇത് എന്റെ തെറ്റാ. ഞാൻ ആന്റി അടുത്ത് ആദ്യമേ ഇത് തരാൻ പാടില്ല. என்ன பாரு இது, உனக்கு மலையாளம் வேணும்னா நம்ம கேஸ்டன்ட்டு சொல்லு, அவன் எழுதி கொடுப்பான். കേശവന്റെ അടുത്തൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കേശവൻ അറിഞ്ഞ പ്രശ്നവും. കേശവൻ അറിഞ്ഞ എന്തൊരു പ്രശ്നം? ഒന്നുമില്ല. ഒന്നുമില്ലേ കനാൻഡി? സംഭവം എന്തര്? ആന്റി പറഞ്ഞു കൊടുക്കല്ലേ. കനാൻഡി പറ 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 പറ. ആന്റിക്ക് അടുക്കള ജോലിയില്ല. ആന്റി അങ്ങോട്ട് പോ. ആന്റി പോ 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 ഓ ആന്റി. ഞാൻ പോറேன். മക്കളെ എന്താ? ഒന്നുമില്ല ഏട്ടാ, വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ സമയമായി. ചേട്ടന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ചേട്ടൻ വലിയ വിദ്യാർത്ഥിയാ. ചേട്ടൻ പോവാൻ നോക്ക്. ചേട്ടൻ പോകണടി. വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ പോകുന്നു. നീ ഇത് ഞാൻ എന്ത് ചെയ്യും? തിരക്കിലാണോ? എന്ത് തിരക്ക് പാറൂസേ? ഒരു തിരക്കുമില്ല. അളിയാ, എനിക്ക് അളിയന് ഒരു കാര്യം എഴുതി തരണം. എന്ത് കാര്യം എഴുതി തരണ്ടേ? അളിയാ, അളിയൻ ആരോടും പറയത്തില്ലെന്ന് പ്രോമിസാ. പ്രോമിസ്? സീക്രട്ടാ? അത്രക്ക് സീക്രട്ടാ? എങ്കി പറ. ഇത് പിടിച്ചേ. ഞാൻ പറയുന്ന പോലെ എഴുതണേ. എഴുതാം. ഞങ്ങൾക്ക് മന്ത്രിക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ നൽകാൻ. ആർക്ക്? മന്ത്രിക്ക്. അതിന് പാറൂസിന് മന്ത്രിയെ പരിചയമുണ്ടാ? അത് ഈ വഴി പരിചയപ്പെടണം. എന്തൊക്കെ നിർദ്ദേശങ്ങളാ മന്ത്രിക്ക് കൊടുക്കണ്ട? കേക്കട്ടെ. അത് ഏത്? ഒന്നുമില്ലടാ അളിയാ, പാറൂസിനെ എന്നെ കൊണ്ട് എന്തൊക്കെ എഴുതിപ്പിക്കണമെന്ന്. ഇല്ലടാ, എന്തോ കാര്യം സാധിച്ചെടുക്കുന്നുണ്ട്. അതാ കാര്യം സാധിച്ചെടുക്കാൻ നീ കനാൻഡിയോട്ട് അളിയനെ പിടിച്ചല്ലേ? എന്തളിയാ? ഒന്നുമില്ല, ഞാൻ അത് അളിയനോട് പറഞ്ഞു. നീ അളിയും പറയടി. പറയത്തില്ല അളിയാ, പറയരുത്. എന്തൊക്കെയോ വേലത്തിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ പാറുവേ. നീ നമ്മളോട് പറ, നമ്മൾ ചെയ്തത് എന്താണ്? നിങ്ങളൊക്കെ പഠിപ്പിച്ചല്ലേ, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പഠിച്ച ആർക്കും പഠിപ്പിച്ചാവാൻ പറ്റും, അത് നിനക്കും പറ്റും. മക്കള് കാര്യം എന്തെന്ന് പറ. കാര്യം പറയാൻ പറ്റത്തില്ല, ഞാൻ അളിയനോട് പറഞ്ഞോളാം. നിങ്ങൾ പോ. അളിയാ അളിയാ, ഇവരോട് പോവാൻ പറ. പൊക്കോ. പൊക്കോ. പൊക്കിക്കോളാം കേട്ടേ. അപ്പൊ പാറൂസിന് ഞാൻ നിർദ്ദേശങ്ങളൊക്കെ എഴുതി തരണം. അല്ല, നിർദ്ദേശങ്ങളൊക്കെ പാറൂസിന് തന്നെ എഴുതിയാ പോരെ? അത് എനിക്ക് എഴുതാറിയത്തില്ല. അപ്പൊ അളിയനെ എഴുതി തരണം. ഈ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കാനല്ലേ മക്കള് സ്കൂളിൽ പോകുന്നേ? അളിയാ, സ്കൂളിൽ പോകുന്നത് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഈ നിർദ്ദേശങ്ങൾ. എളുപ്പമാക്കാൻ വേണ്ടിട്ടാ? എന്നാ ശരി, നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പറ, കേക്കട്ടെ. ഒന്നാമത്തത്, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഹോംവർക്ക് തരാൻ പാടില്ല. ഹോംവർക്ക് തരാൻ പാടില്ല? അപ്പൊ പിന്നെ പിള്ളേരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കുക? അത് സ്കൂളിൽ നിന്ന് പഠിക്കുന്നില്ലേ, പിന്നെന്തിനാ വീട്ടിൽ വന്നും കൂടെ പഠിക്കുന്നേ? രണ്ടിടത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ശരിയാ ശരിയാ ശരിയാ, കറക്റ്റ്. നെക്സ്റ്റ്. രണ്ടാമത്, ഓരോ പീരീഡ് കഴിയുമ്പോ അരമണിക്കൂർ കളിക്കാൻ സമയം തരണം. അതാവുമ്പം ഒരു ദിവസം 3 പീരീഡല്ലേ ഉണ്ടാകത്തുള്ളൂ. അത് ധാരാളമല്ലേ? അടുത്തത് പറ പറ. അടുത്തത്, ഓരോ മണിക്കൂർ കഴിയുമ്പോ കഴിക്കാൻ എന്തെങ്കിലും തരണം. അതെന്താണേലും വേണം, നിർബന്ധം. നെക്സ്റ്റ്. ശനി ഞായറും മാത്രമേ ക്ലാസ് പാടുള്ളൂ, ബാക്കി എല്ലാ ദിവസവും അവധി. ഒന്നു പാറൂസേ, നിർദ്ദേശങ്ങളൊക്കെ സൂപ്പർ. ഈ നിർദ്ദേശങ്ങൾ കേട്ടാണ്ടല്ലോ മിനിസ്റ്റർ അംഗീകരിക്കും, ഉറപ്പാ. ചിലപ്പോ പാറൂസിനെ വിളിച്ച് അഭിനന്ദിക്കാനും സാധ്യതയുണ്ട് കേട്ടാ. അഭിനന്ദനമൊന്നും വേണ്ട, ഈ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിച്ചാ മതി. നിർദ്ദേശങ്ങളൊക്കെ അല്ലേ, ഉറപ്പായിട്ടും അംഗീകരിക്കും. നമുക്കേ എല്ലാം കൂടെ കേട്ടിട്ട് ഒരുമിച്ച് എഴുതാം. നെക്സ്റ്റ് പറ. നെക്സ്റ്റ്